ഓണത്തിന് മാത്രമല്ല നവരാത്രി ആഘോഷങ്ങൾക്കും പൂ വേണം. ശിശുമല പള്ളിക്ക് മുന്നിലെ വാഴത്തോട്ടത്തിൽ നിറയെ പൂക്കളാണ്. മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലിപ്പൂക്കൾ, അതും നല്ല വലുപ്പമുള്ളവ. കാർഷിക പരീക്ഷണങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ പുരസ്കാരമടക്കം നേടിയ റോയ് കവളക്കാട്ടാണ് വാഴയുടെ ഇടവിളയായി പൂക്കൃഷി പരീക്ഷിച്ചത്. ഓണക്കാലത്തേക്കാൾ മികച്ച വില ഇപ്പോഴാണെന്ന് അദ്ദേഹം പറയുന്നു. ഓണത്തോടനുബന്ധിച്ചാണ് നമുക്ക് പൂക്കളുടെ ഒരു ആവശ്യം കൂടുതലായിട്ടുണ്ടാകുന്നത്. പക്ഷെ അതിനൊക്കെ ശേഷമുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് പൂക്കൾക്ക് ഒരുപാട് ആവശ്യമുള്ള കാലഘട്ടങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഓണം സീസണിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള വില നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓണത്തിൻ്റെ സമയത്തൊക്കെ 1 കിലോ പൂവിന് 30 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് 150 രൂപ വരേക്കും നമുക്ക് 1 കിലോ പൂവിന് നമുക്കിപ്പോൾ വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ദസറയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പൂവില്ല. നമുക്ക് ഈ ചെണ്ടുമല്ലിയുടെ കൃഷിയൊക്കെ അവിടെ ഏറെക്കുറെയെല്ലാം അവിടുത്തെ തീർന്നു കഴിഞ്ഞ സമയം. ഇടവിളയായി പൂക്കൃഷി ചെയ്ത വാഴത്തോട്ടത്തിൽ ഇതുവരെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. കീടനാശിനികൾ പ്രയോഗിക്കാതെ തന്നെ സൂക്ഷ്മവിരകളുടെ ആക്രമണം തടയാനും പൂക്കൃഷി സഹായിച്ചു. 2 കൃഷിക്കും വളപ്രയോഗം ഒരുമിച്ചു മതി. കൃഷിവകുപ്പാണ് തൈകളും കൃഷിക്കാവശ്യമായ സാമ്പത്തിക സഹായവും നൽകിയത്. ഈ മൃഗശല്യം, പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ്. മറ്റ് തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം വന്നിട്ടും ഈ പ്രദേശത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലും കൂടിയാണ് ചെയ്തത്. പക്ഷേ അടുത്ത വർഷങ്ങളിൽ നമുക്കിത് കൂടുതൽ കർഷകരിലേക്ക് വ്യാപിക്കുന്നതിന് ഇതൊരു പ്രോത്സാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ബംഗളൂരുവിലേക്കും ദസറ ആഘോഷങ്ങൾക്കായി മൈസൂരുവിലേക്കും പൂവിന് ഓർഡറുണ്ട്. എന്തായാലും റോയിയുടെ പരീക്ഷണം അടുത്ത തവണ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൃഷിവകുപ്പ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് വയനാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ ഉള്ളത്. കമൽ, സത്യം പറഞ്ഞാൽ ഈ വയനാട്ടിലെ ചെണ്ടുമല്ലിപ്പൂ കൃഷിയെക്കുറിച്ച് ഈ തത്സമയത്തിൽ പറയാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതേപോലെ ഈ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് തന്നെ കമൽ കുറേ പറഞ്ഞിട്ടുണ്ട് ഇതേ തത്സമയത്തിലും. വയനാട് എന്ന നാടിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ കൂട്ടത്തിൽ ഈ പൂക്കാലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഒരു മനോഹര കാഴ്ച വീണ്ടും വീണ്ടും നമുക്ക് സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ റോയ് ചേട്ടൻ അല്ലേ ഒരു ഇടവിളയായിട്ടൊക്കെയാണ് കൃഷി നടത്തുന്നത്. ഓണം കഴിഞ്ഞിട്ടും പൂക്കാലം തീരുന്നില്ല. അതിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ കഷ്ടപ്പാട് കൂടിയുണ്ട്. മുള്ളൻകൊല്ലിയിലെ റോയ് കവളക്കാട്ടിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരുപാട് പറഞ്ഞതാണ് കൃഷിഭൂമിയിലൊക്കെ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ റോയ് കോഫി എന്നാണ്. റോയ്സ് കോഫി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെതായി കാപ്പി ചെടികളുണ്ട്. അദ്ദേഹം പ്രധാനമായും ഈ റബ്ബറിൻ്റെ അടക്കം ഇടവിളയായി കൃഷി ചെയ്യുന്ന കാപ്പി തൈകളാണ് ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. അത് കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശത്തേക്കടക്കം അദ്ദേഹം കാപ്പി തൈകൾ ഉണ്ടാക്കി അത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർഷിക പരീക്ഷണങ്ങളുടെ അടിസ്ഥാനം തന്നെ ഈ ഏകവിളയല്ല, ബഹുവിളകളിലൂടെ കർഷകന് വരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെയും ചെയ്തിരിക്കുന്നത്. വാഴയുടെ ഇടവിളയായി പൂക്കൃഷി പരീക്ഷിച്ചിരിക്കുന്നു. അതും എല്ലാവരും ഓണവിപണി ലക്ഷ്യമാക്കി പൂക്കൃഷി ചെയ്യുമ്പോൾ ഓണം കഴിഞ്ഞ് വിപണിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വില കിട്ടുമെന്നറിഞ്ഞാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് വലിയ വിജയമായി. പനമരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കൃഷിവകുപ്പ് പനമരം ബ്ലോക്കിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും പൂക്കൃഷി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഓണക്കാലത്തേക്ക്. ആ പദ്ധതി പ്രകാരം തന്നെയാണ് ഈ റോയ്ക്കും വിത്തുകളും തൈകളും അതുപോലെ മറ്റ് സഹായങ്ങളൊക്കെ കൃഷിവകുപ്പ് നൽകിയത്. അതിലേറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പരിസരത്തുള്ള മറ്റെല്ലാ തോട്ടങ്ങളിലും കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിരിക്കുമ്പോൾ ഈ പൂക്കൃഷിയുള്ള വാഴത്തോട്ടത്തിൽ ഇതുവരെ കാട്ടുപന്നി വന്നിട്ടില്ല. സൂക്ഷ്മവിരകളടക്കമുള്ള കീടങ്ങളുടെ ഒരു ആക്രമണവും ഈ തോട്ടത്തിലില്ല. ഒരു മാരക കീടനാശിനിയും പ്രയോഗിച്ചിട്ടില്ല എന്ന് റോയി പറയുന്നു. അതൊന്നുമില്ലാതെ ഈ പൂക്കൾ കൃഷി ചെയ്തതുകൊണ്ട് അത്തരം കീടത്തിൻ്റെ ശല്യമില്ല, കാട്ടുപന്നിയുടെ ശല്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വിജയമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് പോലെ മികച്ച വിലയാണ്, ഓണക്കാലത്തേക്കാൾ മികച്ച വിലയാണ് കിട്ടുന്നത്. ഗുരുവായൂരിൽ തുലാഭാരം നടത്താനടക്കം റോയ് കവളക്കാട്ടിന്റെ പൂക്കൾക്ക് ഓർഡറുണ്ട്. മുഴുത്ത നല്ല വലിയ പൂക്കളാണ്. അത്രത്തോളം വലിയ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും. പലപ്പോഴും നമ്മൾ ഈ ഓണ സമയത്താണല്ലോ ഈ പൂക്കൃഷിയെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ഓണ വിപണി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത് കഴിഞ്ഞിട്ടും ഡിമാൻഡ് ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുമാത്രമല്ല ഇടവിള കൃഷി അദ്ദേഹം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ, അങ്ങനെയാണ് അത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്.